അച്ഛൻ്റെ 60ാമത് പറഞ്ഞാൽ നമ്മൾ പഴയ RX-100 നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു അതെങ്ങനെ കൊടുത്തു. സംഭവം എന്താ വെച്ചാൽ 1994 അച്ഛൻ വണ്ടി ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനുശേഷം 2005-2006 സമയത്ത് ചില പ്രശ്നങ്ങൾ കാരണം വണ്ടി വിൽക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം വണ്ടി കയ്യിൽ നിന്ന് പോയതിൻ്റെ ഒരു വിഷമം അച്ഛന് വല്ലാതുണ്ടായി. വണ്ടി നമ്മൾ തിരിച്ചെടുത്തിട്ട് അത് പണി ചെയ്തതിൻ്റെയൊക്കെ കുറച്ച് കഥകൾ പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വണ്ടി നമ്പർ ഞങ്ങൾ ഓൺലൈനിൽ അടിച്ചു നോക്കിയപ്പോൾ 2012 ടെസ്റ്റ് ഒക്കെ തെറ്റി ആ വണ്ടി നിലമ്പൂര് കിടക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഞങ്ങളങ്ങനെ നിലമ്പൂരിക്ക് പോയി. ചെറിയൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സ് വെച്ച് നിലമ്പൂർ പോയിട്ട് കറക്റ്റ് ലൊക്കേഷൻ കിട്ടാത്തത് കൊണ്ട് അവിടെയുള്ള കുറച്ച് ആൾക്കാരെ സഹായത്തോടെ ഞങ്ങൾ ഇവിടെ തപ്പി. പഞ്ചായത്ത് മെമ്പറും ആ നാട്ടിലെ കുറച്ച് യൂണിയൻകാരും ആൾക്കാരും കുറച്ച് പാർട്ടിയുടെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോഴും മനസ്സിലായിട്ടില്ല ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ പരിപാടി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചിറങ്ങിയപ്പോൾ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട് പോസ്റ്റ്മാൻ. ഞാൻ കുറച്ചധികം അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തെന്താ വെച്ചാൽ ലെങ്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന വണ്ടി നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വണ്ടീന്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചേസ് നമ്പർ എഞ്ചിൻ നമ്പർ മാത്രം. ഏട്ടൻ അത് തലക്കുന്ന അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് ആണ് നമുക്ക് അഡ്രസ്സ് കറക്റ്റ് കിട്ടിയത്. പുറത്തിന്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മലപ്പുറം RTOയിൽ പോയിട്ട് അവിടെ ജസ്റ്റ് സംസാരിച്ചിരുന്നു. RTOയിലെ ഓഫീസറുടെ സംസാരിച്ച് ഇങ്ങനെ വണ്ടി ഇത്ര കാലം മുന്നേ അവിടെ ടെസ്റ്റ് ഒക്കെ തെറ്റി കിടക്കാണ്, പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യണം, അച്ഛനെങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് ഓക്കെ നമ്പറൊക്കെ നോക്കിയിട്ട് അവരും പറഞ്ഞതിന് സെയിം അഡ്രസ്സ് തന്നെയാണ് ഞങ്ങൾ തപ്പി. അങ്ങനെ ഞങ്ങൾ പരിപാടി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചിറങ്ങിയപ്പോൾ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട് പോസ്റ്റ്മാൻ. തബലിസ്റ്റ് ഒരാളുണ്ട്, അങ്ങേരുണ്ട്, ഒന്ന് പോയി അവിടെ പോയി ഒന്ന് നോക്കി. അതിന് പോസ്റ്റ്മാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നപ്പോൾ തേടിയ വെള്ളി കാലി ചുറ്റി പറഞ്ഞ മാതിരിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ആളടുത്തേക്ക് തന്നെ എത്തി. അപ്പോൾ അവിടെ അതിന്റെ ഓണർ അങ്ങേരുണ്ടായിരുന്നില്ല, അയാളുടെ വൈഫ് ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പട്ടാമ്പിന്നാണ് വന്നിട്ടുള്ളത്, വണ്ടി ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അയ്യോ ആ വണ്ടി ഉണ്ടായിരുന്നു, അത് 2012 എന്തോ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്താണ്, അതിനുശേഷം ഇത്ര കാലമായിട്ട് വണ്ടി കിട്ടിയിട്ടില്ല, അത് നഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. അതിൽ ഞങ്ങളിങ്ങനെ സാഡ് ഡൗൺ ആയി പോയി. അതിനുശേഷം എന്റെ നമ്പർ അവിടെ കൊടുത്തിരുന്നു, കാരണം അച്ഛനെ അറിയുന്ന ഒരാളായിരുന്നു. ഈ ഏത് വർക്ക്ഷോപ്പിലാണ് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ ഒരു ചേച്ചിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അവര് ചെറിയ അപ്പൊ ഞാൻ ഏട്ടനും കൂടി ആ വർക്ക്ഷോപ്പ് പോയിട്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആളെ കാണുന്നില്ല. അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഫൈനലി നമ്മൾ ഇന്ന് അതെ കൺഫർമേഷൻ കിട്ടി. സാധനമില്ല, വണ്ടി എല്ലാ ഭാഗവും എല്ലാം പോയി. മറ്റേ 2019 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എല്ലാം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതെ തൽക്കാലം തരും, നമ്മളെ പോയി പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയി. ഞങ്ങള് ആഗ്രഹത്തോടെ ഇറങ്ങിയ പരിപാടി അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഓണറിനെ തിരിച്ചു വിളിക്കണ്ടേ. ഓണറുടെ പേര് സുകുമാരൻ എന്നാണ്. ആള് നിലമ്പൂരിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു തബലിസ്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ പോയി നോക്കി, പക്ഷെ അവിടുത്തെ മെക്കാനിക്ക് പറഞ്ഞ വണ്ടി 2018 ഫ്ലഡ് ഉണ്ടായ സമയത്ത് എല്ലാ പാർട്സും പോയി, ഇനി ഒന്നും തിരിച്ചു കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഓണറിന്റെ അടുത്ത് ആ സാധനമൊക്കെ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാന്ന് പറഞ്ഞു. അയ്യോ അത് കേട്ടപ്പോഴേക്കും സന്തോഷം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞാൽ വണ്ടി മിസ്സായിട്ടില്ല, വണ്ടി ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് നാളെ തന്നെ പോയില്ല വെച്ചു. അങ്ങനെ ഞങ്ങൾ നാളെ തന്നെ ഇറങ്ങാൻ വേണ്ടി സമയത്താണ് പെട്ടെന്ന് അന്ന് നല്ല മഴയായിട്ട് അടുത്ത ഫ്ലഡിന്റെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത ദിവസം നിലമ്പൂര് ഇലക്ഷൻ റിസൾട്ട് വന്നു. അപ്പൊ അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. നമുക്കൊരു മെക്കാനിക്കിന്റെ അടുത്തേക്ക് പോയോക്കാം, എന്നിട്ട് സംസാരിച്ച് നോക്കാന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ 12 വർഷം മുന്നേ നേരെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഴിച്ചിട്ടതാണ്. അങ്ങനെ ഞങ്ങൾ മെക്കാനിക്കിന്റെ അടുത്തേക്ക് പോയി ആളുടെ സംസാരിച്ചു. അപ്പൊ ആള് പറഞ്ഞു അയ്യോ ഇത്രയും വർഷം മുന്നുള്ള സാധനമല്ലേ, കിട്ടാൻ പാടാണ്, ഞാൻ എന്തായാലും തപ്പി നോക്കാം, ഞായറാഴ്ച ഞാൻ തരാം, നിങ്ങൾ തിങ്കളാഴ്ച ചെയ്യുമ്പോഴേക്ക് വന്നാൽ മതി പറഞ്ഞു. ആയിക്കോട്ടെ ഞങ്ങൾ പോവാറുള്ളത്. എന്നിട്ട് സന്തോഷന്റെ നമ്പർ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി സന്തോഷനെ വിളിച്ചു. സന്തോഷയുടെ മറക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു, വൈകുന്നേരത്ത് വിളിച്ചു. അങ്ങനെ കിട്ടി പറഞ്ഞ സാധനം. നേരെ സന്തോഷന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവരെ റൂമിൽ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വണ്ടിന്റെ ചേസും എഞ്ചിന്റെ കുറച്ച് പാർട്സും ടാങ്കൊക്കെ ഉണ്ട്, പക്ഷെ എന്താ വെച്ചാൽ ഒന്നും പറ്റില്ല, അതിന്റെ ഉള്ളൊക്കെ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട്, ഫുൾ തുരുമ്പ് വന്ന് നശിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെന്ന് ഉള്ളിൽ ഉണ്ടായിരുന്ന പാർട്സ് ചേസും എഞ്ചിൻ നമ്പറുള്ള ഭാഗം കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കാലോ എന്നുള്ള വിശ്വാസത്തിലാണ് ഇറങ്ങിയത്. ഞങ്ങൾ സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി നേരെ ഓണറിന്റെ അടുത്തേക്ക് വന്നു. ഓണറിന്റെ അടുത്ത് നമ്മൾ കാര്യം സംസാരിച്ച് RC ബുക്ക് വാങ്ങി. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറി ഈ RC ബുക്ക് കൈ കിട്ടുന്നവരെ ഞങ്ങൾക്ക് പകുതി ആശ്വാസം ഉണ്ടായിരുന്നു. കൈ കിട്ടിയതിന് ശേഷമാണ് ജീവൻ മൊത്തം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കൈ കിട്ടിയിട്ട് അതിന്റെ ത്രില്ല് ഞങ്ങൾ എന്തൊക്കെയും പറഞ്ഞ് വണ്ടിയിൽ പറഞ്ഞ് അങ്ങനെ പോകുന്നു. നേരെ പെരിന്തൽമണ്ണ സുബിയേട്ടൻ്റെ അടുത്താണ് ഞങ്ങൾ വണ്ടി നേരാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. വിന്റേജ് ഫോസിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റ പേജിന്റെ പേര്. അപ്പൊ അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വല്ല പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ സുബിയേട്ടൻ ബാക്കി സാധനങ്ങൾ ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RX-100 എഞ്ചിൻ എന്തായാലും വേണം. നമ്മുടെ ആകെ കേസും സിലിണ്ടർ ഹെഡും കവറും മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിലുള്ള പാർട്സുകളൊക്കെ നമുക്ക് പുതിയത് വാങ്ങാൻ കിട്ടും, പക്ഷെ എന്താ വെച്ചാൽ ഒറിജിനൽ പാർട്സ് ആവാൻ സാധ്യതയില്ല, ക്വാളിറ്റിക്ക് മാറ്റം വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു എഞ്ചിൻ എടുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള പാർട്സുകൾ നമ്മൾ ഈ എഞ്ചിന്റെ ഉള്ളിലേക്ക് കയറ്റാന്നുള്ളൊരു പ്ലാൻ വന്നത്. അങ്ങനെ നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ എഞ്ചിൻ തപ്പാൻ തുടങ്ങി. അറിയുന്നവർ എല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങി. പാലക്കാട്, പട്ടാമ്പി, അങ്ങനെ ഒരുവിധം ലോങ് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് വരെ കോൺടാക്ട് പോയി. കാരണം എന്താ വെച്ചാൽ നോർത്ത് ഈസ്റ്റ് നമ്മൾ സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്ത് സംസാരിച്ചു. അവർ പറഞ്ഞ സാധനങ്ങളുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് ഡയറക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോകും. അത്രയും ദൂരം ചെന്നിട്ട് പിന്നെ സാധനം കളക്ട് ചെയ്യുമ്പോഴേക്കും എക്സ്പെൻസ് പിന്നെയും കൂടുതലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒന്നുകൂടി തപ്പാൻ തുടങ്ങി. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളെ തൊട്ടടുത്ത് പെരിന്തൽമണ്ണ തന്നെ
നമുക്ക് ഒരു RX 100ന്റെ എഞ്ചിൻ കിട്ടി. അങ്ങനെ ഞങ്ങളത് നേരെ കൊടുന്നു. അങ്ങനെ ലെയ്ത്ത് കൊടുത്ത് എഞ്ചിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയത് റിമ്മ് സസ്പെൻഷൻ ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് വാങ്ങിയത്. എന്നിട്ട് വണ്ടിയിൽ നിന്ന് സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയതിന് ശേഷം ബാക്കി പണികൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്തൊക്കെ നമുക്ക് മെയിനായിട്ട് കുറച്ച് പാർട്സുകൾ വാങ്ങാനുള്ളത് ഞങ്ങൾ നേരെ കോയമ്പത്തൂരിക്കും. അങ്ങനെ അത് അവിടുന്ന് ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നു. രാവിലെ നേരത്തെ എത്തി, 10 മിനിറ്റ് മുന്നേ ഞങ്ങൾ എത്തി. അവിടെ 10 മണിക്ക് ഷോപ്പ് തുറക്കുള്ളൂ. വെയിറ്റ് ചെയ്ത് ഷോപ്പ് തുറന്ന് ലിസ്റ്റ് അവരെടുത്ത് കൊടുത്തു. സാധനങ്ങൾ ഓരോന്നോരോന്ന് അവർ എടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി. ഈ ഷോപ്പിക്ക് എത്തിപ്പെടാൻ കുറച്ച് പാടാട്ടോ. അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് വേണം വരാൻ. കാറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിർത്താനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കിട്ടി. അങ്ങനെ നേരെ റിട്ടേൺ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് സാധനങ്ങൾ ഇറക്കി. അച്ഛന്റെ പിറന്നാൾ പറഞ്ഞാൽ 7-ാം തീയതിയാണ്. അപ്പോൾ 7-ാം തീയതി മുന്നേ എന്തായാലും വണ്ടി ഇറക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് ടാങ്ക് ആയിരുന്നു കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ വിചാരിച്ച ഒരു കളർ ടാങ്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. അതിന് ഞങ്ങൾ ഒരു റെഡ് കളർ ടാങ്ക് വാങ്ങിയിട്ട് അതിൽ റീപെയിന്റ് നമ്മുടെ വണ്ടി ഫുള്ള് അങ്ങനെ ആക്കി എടുക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സുഖം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയത്ത് ബുദ്ധിമുട്ട് വന്നെങ്കിൽ പോലും ഞങ്ങളതിനെ ഇവര് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ടൈമിൽ ആള് വണ്ടി നമുക്ക് തന്നു. പിന്നെയുള്ള നമ്മുടെ ടാസ്ക് അച്ഛന് കറക്റ്റ് സമയത്ത് ഈ ഒരു സർപ്രൈസ് സാധനം നമുക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ വണ്ടിയെല്ലാം ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വെച്ചാൽ അച്ഛൻ്റെ പിറന്നാളിന് സർപ്രൈസ് ആയിട്ട് ഈ വണ്ടി കൊടുക്കുന്നുള്ളതാണ്. അച്ഛൻ്റെ 60ാമത്തെ പിറന്നാളായതുകൊണ്ട് അച്ഛൻ എല്ലാം ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അറിയുന്ന പിറന്നാളാണെന്നുള്ളത്, പക്ഷേ പരിപാടി ഉണ്ട് എന്നുള്ളത് അച്ഛൻ അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ചിരുന്നു. അവരോടൊക്കെ പറഞ്ഞിരുന്നു അച്ഛൻ്റെ അടുത്ത് നമ്മൾ വിവരം പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് വരാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഒരു വൈകുന്നേരം സമയമായപ്പോഴേക്കും ഞങ്ങൾ സാധനങ്ങളെല്ലാം കൊടുന്ന് സെറ്റ് ചെയ്തിട്ട് അച്ഛൻ അവിടെ ഉണ്ടാവില്ല, അച്ഛൻ പുറത്ത് പോയതാണ്. അച്ഛൻ പുറത്ത് പോയി വന്നപ്പോഴേക്കും ആകെ വണ്ടറടിച്ചു പോയി. അച്ഛനെല്ലാം ഭയങ്കര ഹാപ്പി. അതുപോലെ തന്നെ നമ്മുടെ ഈ പിറന്നാളിലെ ഏറ്റവും മുഖ്യ അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയാണ്. ഇവനെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വണ്ടിനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളൊരു ദൗത്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ കൂട്ടുകാരൻ സുഹിത് ഉണ്ട്, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വണ്ടി നിന്റെ വീട്ടിൽ വെക്കി, വണ്ടി ഒരു 7 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. സൗണ്ട് ഉണ്ടാക്കാതെ മെല്ലെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ വീടിന്റെ പുറകിൽ ബർത്ത്ഡേ പരിപാടി സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അച്ഛൻ അങ്ങനെ സർപ്രൈസ് കൊണ്ടുവന്നുള്ള പ്ലാനാണ്. ഓരോരുത്തരുടെ എത്തി അങ്ങനെ കേക്ക് മുറിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അച്ഛനെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുത്തു. അമ്മ ഒരു മോതിരം കൊടുത്തു. അങ്ങനെ ഞാനും ഏട്ടനും അനിയനും കൂടി ചെറിയൊരു ബോക്സിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് അച്ഛനൊക്കെ കൊടുത്തു. എല്ലാവരും അന്തപ്പെട്ടു ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് കേട്ടിട്ട്. 6 വർഷത്തെ ഞങ്ങളെ കാത്തിരിപ്പ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി. അയ്യോ എന്താ സംഭവം മനസ്സിലായി. വണ്ടി ഉണ്ട് എന്നിട്ട് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പിന്നെ അത് കാണാനും ഈ വണ്ടി എവിടുന്ന് കെട്ടി ഇതിന്റെ സ്റ്റോറി ചോദിച്ചിട്ടാണ് എല്ലാവരും എന്റെ ചുറ്റുപുറം കൂടിയിരുന്നത്. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ട് പരിപാടി നടന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം നമ്മൾ അതിനെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മൾക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും നമുക്ക് തുറന്നിരുന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ എന്റെ ഈ വീഡിയോസ് ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.